റൈറ്റ്. അപ്പോൾ നമ്മൾ അടുത്ത ഒരു സെഷനിലേക്ക് മാറാം. അപ്പോൾ അതിനു മുമ്പ് തൊട്ട് മുമ്പത്തെ വീഡിയോനകത്ത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തതിൽ നമ്മുടെ ഈ മെനു ബാർ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇതിനകത്തുള്ള ഒരു ഹാംബർഗർ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പകരം നമ്മുടെ മെനു ഡിസ്പ്ലേ കൊണ്ടുവരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഏരിയ ഇവിടെ ഹിഡൻ ആണ്. റീസൺ നമ്മുടെ നാവ് ഐറ്റത്തിൻ്റെ അവിടെ ഇതിൻ്റെ ഡിസ്പ്ലേ, കാരണം ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വേർഷനകത്ത് തൊട്ട് മുമ്പത്തെ നാവ് ഐറ്റത്തിനകത്ത് ഇതിൻ്റെ ഡിസ്പ്ലേ നന്നായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ കണ്ടൻറ് ഒന്നും പ്രോപ്പറായിട്ട് നമുക്ക് ഡിസ്പ്ലേക്ക് വരാത്തത്. ഓക്കെ, അപ്പോൾ ഈ നാവ് ഐറ്റത്തിൻ്റെ ടാബ് വേർഷൻ്റെ അവിടെ വരുമ്പോഴേക്കും നമുക്ക് ഡിസ്പ്ലേ നൺ അവിടെ നിന്ന് മാറിയിട്ട് ഇതിനെ ബ്ലോക്കിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. എങ്കിലേ നമുക്കത് പ്രോപ്പറായിട്ട് അവിടെ ഡിസ്പ്ലേക്ക് വരുള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ ഈ ഒരു ലെവൽ വരെ ഓക്കെ. ഇപ്പോഴും ഈ ഒരു ഫോണ്ട് കുറച്ചും കൂടി വലുതാന്ന് തോന്നുന്നു. അപ്പോൾ ആ ഫോണ്ട് ഒന്ന് നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യാം. നമ്മുടെ ഹൈലൈറ്ററിനകത്ത് വന്നിരിക്കുന്ന ഫോണ്ട് സൈസ്, അപ്പോൾ ഇത് റെഡ്യൂസ് ആവാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തൊട്ട് മുമ്പത്തിലുള്ള ആ ഫോണ്ട് അതുപോലെ തന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പിക്സൽസിൻ്റെ ഒരു ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവൽ വരയ്ക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബോർഡറും കൂടി ഒന്ന് റിമൂവ് ചെയ്യാം. ബോർഡർ നമ്മുടെ കോളം 2-നകത്തിലെ ഈ സോളിഡ് ബോർഡറും കൂടി റിമൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല, പകരം ഈ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അടുത്ത ഫൈനൽ വേർഷനാണ് നമ്മുടെ ഡെസ്ക്ടോപ്പ് വേർഷൻ. ഡെസ്ക്ടോപ്പ് വേർഷനിലേക്ക് എങ്ങനെ അത് മൂവ് ചെയ്ത് പോകാനുള്ളൊരു കാര്യം കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് തിങ്, അപ്പോൾ നമ്മുടെ ടാബിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു. അടുത്ത് നമുക്ക് ഹോം സെക്ഷൻ ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അറ്റ് മീഡിയ ക്വറി ആൻഡ് ബ്രാക്കറ്റിനകത്ത് മിനിമം വിത്ത് 1024 പിക്സൽസ്. ഓക്കെ, അപ്പോൾ ഈ 3 വേർഷനാണ് നമ്മളിപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എത്രത്തോളം ഇനിയിപ്പോൾ ബ്രേക്ക് പോയിന്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മൾ ഈ മീഡിയ ക്വരീസ് റൈറ്റ് ചെയ്ത് പോയോണ്ടിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സ്റ്റിക്ക് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒന്ന് നമ്മുടെ ലൈക്ക് മൊബൈൽ വേർഷൻ, ഓക്കെ, ആൻഡ് ടാബ് ആൻഡ് ഫൈനലി നമ്മുടെ ഡെസ്ക്ടോപ്പ് വേർഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 വേർഷനാണ് നമ്മളിപ്പോൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. റൈറ്റ്, അപ്പോൾ ഈ ഡെസ്ക്ടോപ്പ് വേർഷനിലേക്ക് മാറുമ്പോഴേക്കും നമുക്ക് ഹെഡറിനകത്ത് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, എല്ലാം പ്രോപ്പറാണ്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലോർ അവർ ഫർണിച്ചർ ഈ ഒരു സെക്ഷനകത്ത് നമുക്ക് വേണ്ട. ഈ ഒരു സെക്ഷനകത്ത് നമുക്ക് വേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് സൈഡ് ബൈ സൈഡ് തന്നെ നമുക്ക് വേണം. ഈ ഒരു എലമെൻറ്റ്സ് എല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ മെയിനായിട്ട് വരുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഹോം സെക്ഷൻ 2-നകത്തുള്ള കോളത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, കറക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വിത്ത് വരുമ്പോൾ നമുക്ക് എന്തായി 33.33% അല്ലേ. അപ്പോൾ നമ്മൾ ഈ 100%-നെ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ ആണിത്. അപ്പോൾ ഇതൊന്ന് ഡിസേബിൾ ചെയ്യുന്നുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു 1024 വരുമ്പോഴേക്കും നമുക്കത് വർക്ക് ആവുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്ത സെക്ഷൻ എങ്ങനെയാണെന്ന് നോക്കി നോക്കാം നമുക്ക്. 33.3. ഓക്കെ, ഞാൻ ഒന്ന് റൗണ്ട് അപ്പ് ചെയ്തിട്ട് ഒന്ന് 30%. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെയാണ് വരുന്നത്. കോഡിൽ വേറെ തന്നെ എവിടെയും പ്രോബ്ലംസ് വരുന്നില്ല. ഓക്കെ, ഈ ഒരു ലെവലിലാണ് വന്ന് നിൽക്കുന്നത്. റൈറ്റ്, അപ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ബോർഡറിന് എനാബിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് റോസിനകത്തുള്ള ഫ്ലെക്സ് റാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹോം സെക്ഷനകത്തുള്ള റോനെ ഒന്നുകൂടി ഞാൻ എന്ത് ചെയ്യുന്നു, റാപ്പ് വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ നമുക്കൊന്ന് കൺസ്ട്രക്ട് ചെയ്യാം. നോ റാപ്പാണ്, ഡിസേബിൾ ചെയ്തിട്ട് കാര്യമില്ല. നോ റാപ്പ് എന്ന് പറഞ്ഞു കൊടുക്കണം. നോ റാപ്പ് ഇങ്ങനെയാണ് വേണ്ടത്. ഓക്കെ, കൂൾ. അപ്പോൾ തൊട്ട് മുമ്പ് എന്താ കൊടുത്തില്ല വെച്ചാൽ ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ അനലൈസ് ചെയ്തിട്ട് വേണം ഒന്ന് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ. അപ്പോൾ ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, 30 കൊടുത്തിട്ടില്ല. ഇപ്പോൾ 33.33 എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും നമുക്ക് ലൈക്ക് ഈ ഒരു ലെവലിലേക്കാണ് ഓട്ടോമാറ്റിക്കായിട്ട് അത് എടുത്തേക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്കൻഡ് സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത് നമുക്ക് വേണ്ടി വരുന്നത് ഈ കാരണം ക്രാഫ്റ്റ് ഓഫ് ഇംപ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനും കൂടിയാണ്. ഇതിൻ്റെ ബോർഡർ റിമൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഈവൻ അടുത്ത കണ്ടന്റ് എന്ന് പറയുന്നത് ഹോമിനകത്തുള്ള സെക്ഷൻ 3-നകത്തുള്ള റോണ് നമ്മൾ എന്താക്കി മാറ്റാൻ പോകുന്നു. അതിൻ്റെ ഡിസ്പ്ലേ
ഫ്ലെക്സിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഫ്ലെക്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴും കണ്ട എല്ലാം ഇതുപോലെ തന്നെ ഒരു സൈഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താ പ്രോബ്ലം ഉള്ളത്. ആദ്യം ഈ കാണുന്ന കോളം 4 കോളമായിട്ടാണ് നമുക്ക് വേണ്ടത്. ബട്ട് ഇവിടെ വരുമ്പോഴേക്കും നമുക്ക് ക്രാഫ്റ്റ് ഓഫ് ഇംപ്രഷൻ എന്ന് പറയുന്നതും ഒരു കോളമായിട്ട് ട്രീറ്റ് ചെയ്യാണ്. നമുക്കത് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 3-നകത്തുള്ള റോനകത്തുള്ള H2. അപ്പോൾ ഇതൊരു എലമെൻ്റാണ്. അപ്പോൾ ഇത് ഇവിടെ അല്ല വേണ്ട, റോൻ്റെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പ്രോബ്ലം നമുക്ക് ഒഴിവായി കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി വേണ്ട നമുക്ക് എന്താ, ഇത് 2 കോളംസ് ആയിട്ട് വേണ്ടത്. അപ്പോൾ ഓരോരോ കോളംസും നമുക്ക് ഇപ്പോൾ എടുക്കുന്നത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വിത്ത് എടുത്ത് കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഓരോ കോളംസും നമുക്ക് 50% വേണ്ടത്, റൈറ്റ്? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടി അടുത്ത്. സോ ഹോം സെക്ഷൻ 3-നകത്തുള്ള കോളത്തിൻ്റെ വിത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, 50%ലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സെക്ഷൻ 3 കോളം ഓരോന്നും 50% ആണ് വേണ്ടത്. ആൻഡ് ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് നമുക്കറിയാം, ഫ്ലെക്സ് റാപ്പ് കൺസ്ട്രക്ട് ചെയ്യണം. എന്നാലാണ് അത് കറക്റ്റ് റാപ്പായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു ലൈനിൽ തന്നെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കും. യെസ്, ഫ്ലെക്സ് റാപ്പ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. അടുത്ത് നമുക്ക് ഓരോ കോളത്തിലും അതിൻ്റെ മാർജിനും കൂടി ഒന്ന് ആഡ് ചെയ്യാം നമുക്ക്. അപ്പോൾ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത പോലെ തന്നെ 2%. അപ്പോൾ 2% ആകുമ്പോൾ നമ്മുടെ 4% ലോസായി. അപ്പോൾ റിമൈനിങ് വരുന്നത് 46% ആണ്. സോ ഇറ്റ്സ് നൈസ്ലി ടൈൽഡ്. ഓക്കെ ആണോ? അപ്പോൾ ഈ ഒരു പാർട്ടും കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഫുട്ടറിനെ ലൈക്ക് സൈഡ് ബൈ സൈഡ് ആയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യണം. സോ ഫുട്ടറിൻ്റെ ഒരു സെക്ഷനിലേക്ക് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫുട്ടർ സെക്ഷൻ. അപ്പോൾ ഫുട്ടർ സെക്ഷൻ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ റോനകത്ത് 2 കോളംസ് ആയിട്ട് വന്നു കൊടുക്കണം. അപ്പോൾ ഈ റോണും നമ്മൾ ഫ്ലെക്സ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഡോട്ട് ഫുട്ടറിനകത്തുള്ള റോണിൻ്റെ ഡിസ്പ്ലേ ഫ്ലെക്സിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. സോ സൈഡ് ബൈ സൈഡായി. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പാരഗ്രാഫ് ഒരു സൈഡിലും നമ്മുടെ ഇമേജസ് വേറൊരു സൈഡിൽ അപ്പുറത്തെ സൈഡിലാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റിഫൈ കണ്ടൻറ്റ് എന്ന് പറയുന്നതിൽ സ്പേസ് ബിറ്റ്വീൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇടയ്ക്കാണ് ആ സ്പേസിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതിൻ്റെ അലൈൻമെൻറ്റിൽ ചെറിയൊരു ഇഷ്യൂ നമുക്ക് കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ അലൈൻമെൻറ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നു, അലൈൻ ഐറ്റംസ് സെൻറ്റർ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ഈ ടോപ്പിൽ കയറി ഉണ്ടായിരുന്ന കണ്ടൻ്റ് എല്ലാം കറക്റ്റ് പ്രോപ്പറായിട്ട് സെൻട്രലൈസ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഈ ഹൈറ്റ് ഒരു ഇഷ്യൂ ആണ് വെച്ചെങ്കിൽ, ഇത്രയും ഹൈറ്റ് വേണ്ട, ഹൈറ്റ് ചെറുതാക്കണം വെച്ചെങ്കിൽ. അപ്പോൾ അതിനനുസരിച്ചൊന്ന് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും ഹൈറ്റ് വരാൻ കാരണം നമ്മുടെ ഈ കണ്ടെയ്നറിന് 4 സൈഡും പാഡിങ് 40 പിക്സൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് റിഡ്യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതായത് നമ്മുടെ കണ്ടെയ്നർ. അപ്പോൾ ഈ കണ്ടെയ്നറിനോടൊപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ലൈക്ക് ഫുട്ടർ സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്ന പാഡിങ്ങിൻ്റെ ടോപ്പ് ബോട്ടം വേണ്ട, ആൻഡ് ലെഫ്റ്റ് റൈറ്റ് മാത്രം എനിക്കൊരു 40 പിക്സൽസ് മതി എന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ഈ ഫുട്ടർ സ്പേസിനെ നമ്മുടെ കണ്ടെയ്നറിലേക്ക് ക്ലബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്ന് ബ്രൗസറിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഈ ഒരു പാർട്ടും നമുക്ക് കംപ്ലീറ്റ് ആയി, റൈറ്റ്? ഇനിയിപ്പോൾ അടുത്ത് വരുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള പേജസാണ് നമുക്കൊന്ന് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഹോം പേജിൻ്റെ മൊബൈൽ വേർഷൻ ഓക്കെയാണ്, ടാബ് വേർഷൻ ഓക്കെയാണ്, ഡെസ്ക്ടോപ്പ് വേർഷൻ ഓക്കെയാണ്, റൈറ്റ്? ഓക്കെ, ഇനി നെക്സ്റ്റ് പാർട്ട് നമ്മുടെ സബ് പേജിലായിട്ടുള്ള അബൌട്ടിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയ്ക്കുള്ള ഒരു വീഡിയോ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത പാർട്ടിൽ സബ് പേജ് ആയിട്ടുള്ള അബൌട്ടിൻ്റെ എങ്ങനെ നമുക്ക് റെസ്പോൺസീവായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കി നോക്കാം. ഓക്കെ, താങ്ക് യു.